യഥാർത്ഥത്തിൽ ഭയാശങ്കകളുള്ള പ്രസ്ഥാനം ആരാണെന്നറിയാം, ഈ ഭയാശങ്കയുള്ള വിഭാഗം ആരാണെന്നറിയാം. അത് മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ അവരുടെ ഈ വ്യവസായമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി പലതരത്തിലുള്ള വെല്ലുവിളികൾക്ക് ഉണ്ടായേക്കാം എന്ന് അവർ ഭയക്കുന്നുണ്ടാകും. പക്ഷെ മറുവശത്താണ് യഥാർത്ഥത്തിൽ ഭയം നിൽക്കുന്നത്. അത് സംഘപരിവാറിനാണ് ഇക്കാര്യത്തിൽ ഭയമുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. സംഘപരിവാർ ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഭയമുള്ളവരാണ്. ഒന്നാമത്തെ പ്രശ്നം RSSുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ടാണ് ഗാന്ധിവധം നിൽക്കുന്നത്. ഗാന്ധിവധവുമായി എപ്പോൾ എന്ത് സംഭവിച്ചാലും വളരെ പെട്ടെന്ന് ഭീതിയിലായി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ പ്രസ്ഥാനം. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1998 ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ്. അന്ന് വാജ്പേയി ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അന്ന് മീ നാത്തുറാം ഗോഡ്സെ ബോൾത്തോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകമുണ്ടായി മറാത്തിയിൽ. പ്രദീപ് ദാൽവി എഴുതിയ നാടകമാണ്. ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മഹാരാഷ്ട്ര സർക്കാർ അത് നിരോധിച്ചു. ഈ മീ നാത്തുറാം ഗോഡ്സെ ബോൾത്തോയ് എന്ന് പറഞ്ഞാൽ ഐ നാത്തുറാം ഗോഡ്സെ സ്പീക്കിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഗാന്ധി വധത്തിന് ശേഷം റെഡ് ഫോർട്ടിൽ നടന്ന വിചാരണയിൽ നാത്തുറാം ഗോഡ്സെ നടത്തിയ മൊഴിയാണ്. ഒരു പുസ്തകമായിട്ട് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറാത്തിയിൽ നാടകമുണ്ടായത്. മറാത്തിയിൽ നാടകം ഉണ്ടായപ്പോഴത്തേക്കും വലിയ പ്രതിഷേധങ്ങളുണ്ടായി. നാടകം നിരോധിച്ചു മഹാരാഷ്ട്ര സർക്കാർ. എന്നിട്ട് പിന്നെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ അത് കളിക്കാൻ കേന്ദ്ര സർക്കാരും അനുവദിച്ചില്ല. കാരണം എന്താണ്, ഈ പറയുന്ന RSS ആണ് അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഗാന്ധിവധം നാത്തുറാം ഗോഡ്സെ നടപ്പാക്കുമ്പോൾ ഗോഡ്സെ RSSുമായും ഹിന്ദു മഹാസഭയുമായും അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരാളാണ് എന്നുള്ള കാര്യം വെളിവാക്കപ്പെടുകയാണ്. ആ ചരിത്രം ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ എന്ത് പറ്റും? RSSന് വിരൽ പിടിക്കും, സംഘപരിവാറിന് വിരൽ പിടിക്കും. കാരണം എന്താ, അവരെങ്ങനെയെങ്കിലും ഈ ഗാന്ധിവധത്തിന്റെ കറുത്ത പാടിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അല്ല ആയിക്കോട്ടെ, പക്ഷേ സുപ്രീം കോടതി അത് ബോംബെ ഹൈക്കോടതി ലിഫ്റ്റ് ചെയ്യുന്നു, ആ ബാൻ കാണിക്കാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാജ്യത്തിന് അനുവാദം കിട്ടാതെ വരുമ്പോൾ സുപ്രീം കോടതി ആ ബാനും ലിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ നാടകം കളിക്കാൻ പറയുന്നു. ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, നാത്തുറാം ഗോഡ്സെയുമായി ബന്ധപ്പെട്ട എല്ലാ പാഠഭാഗങ്ങളും എന്തിനാണെന്നേ നരേന്ദ്രമോദി സർക്കാർ വളരെ സൂക്ഷ്മതയോടെ NCERT പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത് കളയുന്നത്. കാരണം എന്താണെന്നറിയാം, ഡിസസോസിയേറ്റ് ചെയ്യുക. ഇതാണ് പ്രശ്നം. ഈ ചരിത്രത്തിൽ നമ്മൾ കളങ്കിതരായി നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സന്ദർഭങ്ങളോടും ഭീതി പുലർത്തുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്ത് ഒറ്റ പ്രസ്ഥാനം. ഹേ റാം എന്ന് പറഞ്ഞ സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കമലഹാസൻ സംവിധാനം ചെയ്ത സിനിമ. 2000 ഇറങ്ങിയ സിനിമയാണ്. എന്തൊക്കെ പ്രതിഷേധങ്ങളായിരുന്നു ആ സിനിമയുടെ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് ആ സിനിമയോട് കളിച്ചില്ലേ? ഒരു കുഴപ്പമില്ലാതെ കളിച്ചു. ആ രീതിയിലൊക്കെ എപ്പോഴൊക്കെ ഈ പറയുന്ന ഗാന്ധിവധവുമായി അസോസിയേറ്റ് ചെയ്യുമ്പം ഇവർ ഈ പ്രശ്നമായിട്ട് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വേറൊരു സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. എന്താണ് BJPയും സംഘപരിവാറും അടുത്ത കറുത്ത പാടായിട്ട് അവരുടെ ചരിത്രത്തിൽ കാണുന്നത്? അവർക്ക് ഇതിന്റെയൊക്കെ രാഷ്ട്രീയ നേട്ടം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരതിൽ ഡിസസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ പ്രശ്നം എന്നത് ബാബറി മസ്ജിദിന്റെ തകർക്കലാണ്. ബാബറി മസ്ജിദിന്റെ തകർക്കലിന് ശേഷം 1995 ഇന്ത്യയിൽ ഒരു സിനിമ ഉണ്ടായി, മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ എന്തായിരുന്നു? ഒരു മുസൽമാനായിട്ടുള്ള യുവാവ്, ഹിന്ദു ആയിട്ടുള്ള യുവാവ് മുസൽമാനായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. 2 മക്കളുണ്ട്. എന്താ മക്കളുടെ പേര്? റാമെന്നും റഹീമെന്നുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ടായി, എന്തെല്ലാം പ്രതിഷേധങ്ങളുണ്ടായി ബോംബെ സിനിമ നിരോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ എപ്പോഴും ഈ പറയുന്ന തങ്ങൾ ചെയ്തു വെച്ച ചില പ്രവൃത്തികൾ അതെപ്പോഴൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ ആകുലപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ, ഇന്ത്യയിൽ പിന്നെ സംഘപരിവാറാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് അവരുടെ ഭീതി, അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്കറിയാലോ, 25 വർഷം മുമ്പ് ആ സംഭവം ഉണ്ടായത്. 4 നൂറ്റാണ്ട് കഴിയുന്നു ഗുജറാത്ത് കലാപം. എല്ലാവരുടെയും സ്മരണകളിൽ നിന്ന് മറന്നുപോയി. വെച്ചാൽ ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന് ശേഷം ജനിച്ച കുട്ടിക്ക് 23 വയസ്സായി, 24 വയസ്സായി, അവരൊന്നും ഒന്നും ഓർക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനൊരു വിഷയം വരുന്നത്. വീണ്ടും പ്രശ്നമായി. ഈ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ എന്റെ സ്വന്തം സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ കൊടുത്തിരുന്നില്ല. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കും വിസ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ UK-യിലേക്കും വിസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കൽ ഈ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി അപേക്ഷിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ എംബസി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി. ആ വാർത്താ സമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ വരിയാണ് അംബാസഡർ വന്നിട്ട് പറഞ്ഞു, ഒറ്റ വരിയാണ്, നരേന്ദ്രമോദിക്ക് വിസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് നടന്നു പോവുകയാണ്. ഇത്ര ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ലോകത്ത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ബാബറി മസ്ജിദ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടായാലും, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഇവർ പരിഭ്രമത്തിലാകുന്നു, ഭീതിയിലാകുന്നു. അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ആ അന്തരീക്ഷത്തിനെ എന്താ പറയുക, പ്രകോപനപരമാക്കുന്നു, ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. 1998 അധികാരത്തിൽ നിന്ന സർക്കാർ വാജ്പേയി സർക്കാരാണ്. വാജ്പേയി സർക്കാരിന് ഈ നാത്തുറാം ഗോഡ്സെ ബോൾത്തോയ് എന്ന നാടകത്തിന്റെ കാര്യത്തിനകത്തും അതുപോലെ തന്നെ 2000 ഇറങ്ങിയ ഹേറാമിന്റെ കാര്യത്തിനകത്ത് വലിയ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം അറിയാം? സഖ്യകക്ഷി ഭരണത്തിൽ അവിടെ ഇരിക്കുന്ന BJPക്ക് ആ കരുത്ത് കാണിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ 2014 ശേഷം ഇന്ത്യയുടെ സാഹചര്യം അതല്ല. ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പൊ എത്ര പേരാണ് നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം ഗൗരി ലങ്കേഷ് അടക്കം, അല്ലെ, പിന്നെ പൻസാരി അടക്കം എത്ര പേരെയാണ് കൊന്നു കളഞ്ഞത്? എന്താ കൊല്ലാനുള്ള കാരണം? എന്താ? വിരുദ്ധാഭിപ്രായങ്ങൾ പറയുന്നു. വിരുദ്ധാഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധം ഉപയോഗിക്കണമെങ്കിൽ ആയുധം ഉപയോഗിക്കുമെന്ന് തെളിയിച്ച ആളുകളാണ് ഈ സംഘപരിവാറുമായി അസോസിയേറ്റ് നിൽക്കുന്ന ആളുകൾ. അതിപ്പോൾ ഈ പറയുന്ന കലബുർഗിയുടെ കാര്യത്തിനകത്താണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തല്ലേ കർണാടകത്തിൽ 2 കൊലപാതകങ്ങൾ നടന്നത് 2019. എന്നാണ്
ഓർമ്മ, കലബുർഗിയും കൊല്ലപ്പെട്ടു, ഗൗരി ലങ്കേഷും കൊല്ലപ്പെട്ടു. ഈ രീതിയിലൊക്കെ വിപരീത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അനുസരിച്ചില്ലെങ്കിൽ പല രീതിയിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും അവസാനം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുള്ളൂ ED വന്ന് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്ര ചർച്ച, മീറ്റ് ദ എഡിറ്റേഴ്സിൽ നമ്മൾ എത്ര ചർച്ച ചെയ്തതാണെന്നേ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷത്തെ നിശ്ചലമാക്കാൻ, നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. എത്ര പ്രാവശ്യം മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ അന്തരീക്ഷമൊക്കെ ഉള്ളപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്ന ചില സിനിമകൾ ഉണ്ടാകുന്നതിനെ എതിർത്തിട്ട് കാര്യമില്ല. കാരണം അറിയോ, സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും പാട്ടാണെങ്കിലും കവിതയാണെങ്കിലും നോവലാണെങ്കിലും നിങ്ങളുടെ ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കൃതിയാണ്. അതിനകത്ത് പലതരത്തിലുള്ള വീക്ഷണങ്ങൾ വരും. നിങ്ങൾക്ക് അതിനെ എതിർക്കാം, നിങ്ങൾക്ക് അതിനോട് വിയോജിക്കാം, പക്ഷേ അത് പ്രകാശിപ്പിക്കരുതെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യൻ രാജ്യത്തെ നിയമം അത് അനുശാസിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. ഈ രാജ്യം ഒരു നിയമവ്യവസ്ഥയിൽ പുലരുന്നതാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിലായതുകൊണ്ടാണ് കേട്ടോ. ഇല്ല എങ്കിലുണ്ടല്ലോ, ഇതിപ്പം ബോംബെയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ആണെങ്കിൽ തിയേറ്ററുകൾ കത്തിക്കില്ലേ? തിയേറ്ററുകൾ കത്തിച്ചുള്ള ചരിത്രമില്ലേ? അപ്പം ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ വില പോകില്ല. ഈ ഓർഗനൈസറുടെ ലേഖനം വായിച്ചായിരുന്നു. ഈ ഓർഗനൈസറുടെ ലേഖനത്തിനകത്ത് ആ ഓർഗനൈസറിലെ അത് എഴുതിയിരിക്കുന്ന ആൾ എത്രത്തോളം വ്യാകുലപ്പെട്ടിട്ടുണ്ടോ അറിയാം. ഈ സിനിമയുടെ ടെക്നിക്കലായ പരാജയങ്ങൾ, നല്ല ക്യാമറയല്ല, നന്നായി എഡിറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള നല്ല ഗൗരവമായിട്ടുള്ള സിനിമ പിന്നെ നിരൂപണം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ചരിത്രത്തെ വളച്ചൊഴിച്ചു എന്നുള്ള വിമർശനം മാത്രമല്ല ഓർഗനൈസർ പറഞ്ഞിരിക്കുന്നത്. സിനിമ ആ സിനിമ മൊത്തത്തിൽ നന്നായിട്ടില്ല. 1986 ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന് പറഞ്ഞ നാടകം ഉണ്ടായത് കേരളത്തിൽ. ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് നാടകം ഉണ്ടാകുന്ന സമയത്ത് കേരളം ഭരിച്ചിരുന്ന ആരാന്നറിയോ? കോൺഗ്രസ് ഗവൺമെന്റ്, കെ കരുണാകരന്റെ ഗവൺമെന്റ് അന്ന് ഭരിച്ചിരുന്നത്. ആ നാടകത്തെ നിരോധിച്ചു. നാടകം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ സഭയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ആ നാടകത്തോടൊപ്പം വന്നേ കേരളം നിന്നത്. ആലപ്പുഴയിലാണ് ആ നാടകം, പിന്നെ ആലപ്പുഴയിലെ സൂര്യകാന്തി തിയേറ്റേഴ്സ് ആ നാടകം ചെയ്തത്. എനിക്കതുകൊണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ്. എനിക്ക് കൃത്യമായ ആ ചരിത്ര സന്ദർഭം ഓർമ്മയുണ്ട്. അന്ന് അത് ചെയ്യുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നു. നിന്നിട്ട് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോഴാണ് 1986 ആലോചിക്കണം. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത്തരത്തിലൊരു ശക്തമായ നിലപാടെടുത്തിട്ടുള്ള സൊസൈറ്റിയാണ് കേരളം. ഇപ്പൊ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു, ആ സിനിമയിൽ ആളുകൾ പോകുന്നതും ആ ഒരു ചരിത്രത്തിന്റെ പിന്തുടർച്ചയാണ്. അത് നമ്മൾ കാണണം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാകാം, നിങ്ങളുടെ വീക്ഷണം തന്നെ ആയിരിക്കണം എന്നില്ല ഒരു കഥയോ ഒരു നോവലോ ഒരു കവിതയോ ഒരു നാടകമോ പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കുകയും അങ്ങനെ അഭിപ്രായം പറയാനുള്ള മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നല്ല ജനാധിപത്യവും നല്ല സംസ്കാരവും പുലരുക. ആ നല്ല ജനാധിപത്യവും സംസ്കാരവും പുലരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് കേരളം ഇതുവരെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനിയും മുന്നോട്ട് പോകേണ്ടതും അങ്ങനെയാണ്. അതിനെതിരായി വരുന്ന ശബ്ദങ്ങളെ, അതിനെതിരായി വരുന്ന ഏതു നീക്കത്തെയും ആശങ്കയോടെയും സംശയത്തോടെയും തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അത് ആര് ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, ആര് ഭീഷണിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിന് കീഴടങ്ങാതിരിക്കുക എന്നുള്ളത് കേരളം ഒറ്റക്കെട്ടായി എടുക്കേണ്ട തീരുമാനമാണെന്നാണ് എന്റെ നിലപാട്.